ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമന. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ധ്യാനുസ ഒരു സ്വാഗതം പറഞ്ഞേ. സ്വാഗതം. ധ്യാനുസ് അവിടുന്ന് ചെടി നനക്കാട്ടാ. അപ്പൊ മച്ചമാരെ ഇന്നത്തെ പരിപാടി എന്താ പറയാ, നമ്മളെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്ത് അധികം ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ബൈക്കൊക്കെ എടുത്ത് പോകണം. എന്നാലും ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് വരുന്നത്. 1 കിലോമീറ്റർ ഉണ്ടോ, 1 കിലോമീറ്റർ ഉണ്ടാവും വിചാരിക്കാം. എന്തായാലും 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ താഴ്ചയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പണിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, അതുപോലെ വേറെ 3-4 നമ്മളെ ഭായിമാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പണിയെടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവരൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ നേരത്തെ ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇങ്ങോട്ട് വന്നാട്ടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് ജാനൂസും സ്കൂൾ വിട്ടു വന്ന്, അതുപോലെ തന്നെ ജിത്തിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞാൽ പിന്നെ ഞങ്ങളും അങ്ങോട്ട് വരുന്നതായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഗാർഡനിൽ നമ്മൾ വീണ്ടും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കൂടി കാണിച്ചിട്ടാണ് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നത്, നമ്മളെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനെ എടുക്കുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വീട് പണി എന്തൊക്കെയായി എങ്ങനെയൊക്കെ ആയി എന്നുള്ള നമ്മൾ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നേരെ വലിപ്പിക്കുന്നില്ല, നേരെ എങ്ങോട്ട് പോവാം, വീട്ടിലോട്ട് പോവാം. അതുപോലെ ധ്യാനുസ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളെ വീഡിയോ എന്താ ചെയ്യണ്ടേ പറ. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞാട്ടോ, അവനെ സബ്സ്ക്രൈബർ ആയിപ്പോയി. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എന്താ ചെയ്യണ്ടേ? കമന്റും ചെയ്യണം, ലൈക്കും ചെയ്യണം അല്ലേ. ധ്യാനുസ് ഫുള്ള് വികൃതിയായിട്ട് നനഞ്ഞ് കുളിച്ച് കുട്ടപ്പനാകുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും മച്ചന്മാരെ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് ആദ്യം കുറച്ച് നമ്മൾ ഗാർഡനിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് നേരെ നമുക്ക് എവിടെ കൊണ്ട് പോവാം, നമ്മളെ വീട് കാണൽ ചടങ്ങിലേക്ക് നമുക്ക് പോവാം ഗായ്സ്. ബൂം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇത്ര നാൾ നമ്മൾ ഈ ഗാർഡനിൽ നനച്ചുകൊണ്ടിരുന്നത് നമ്മളെ 1 ഇഞ്ച് ഓസ് വെച്ചിട്ടായിരുന്നു കേട്ടോ. 1 ഇഞ്ച് നമ്മളെ സാധാരണ മോട്ടറിനൊക്കെ വരുന്ന 1 ഇഞ്ചല്ല 3/4 ഇഞ്ച്, അതായത് ഈ കാണുന്ന 3/4 ഇഞ്ച് ഓസ് വെച്ചിട്ടായിരുന്നു നമ്മൾ നനച്ച ഈ ഒരു വെച്ചിട്ട്. അപ്പോൾ എന്താ പറ്റുന്നറിയാം, നനവ് കൂടുതലായി പോയിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മളെ ബോൾസത്തിന്റെ തൈയാണ്. ഇപ്പൊ ബോൾസത്തിന്റെ തൈയൊക്കെ നനവ് കൂടിപ്പോയിട്ട് എന്തായി, താല് നീണ്ടുപോയി കേട്ടോ. അതുപോലെ കുറെ ചെടികളൊക്കെ കെട്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നനവ് കുറച്ച് നനക്കാന്നുള്ള നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇന്ന് ഒരു പുതിയ ഓസ് വാങ്ങിട്ടാ. പുതിയ ഓസ് ഇതാണ്. ആ ഓസ് ഇതെന്തിനാ ഇങ്ങനെ നനച്ചു വെച്ച വിടാ, എന്നാ പരിപാടി? ഇതിന്റെ പൂട്ടിയേ എന്താക്കിയതാ മോനെ? ഞാനിത് മൊത്തം കൊടുത്ത് കേട്ടോ. അവൻ നനക്കൊന്ന് പറഞ്ഞിട്ട് ദോശം കൊണ്ട് വാങ്ങിയതാണ്. ഇപ്പൊ നോക്ക്, മൊത്തം ഇവിടെ ഒക്കെ ചെടിയിലൊക്കെ നിറച്ച് നരച്ചിട്ട്. ഓ, ഇതിലൊക്കെ ചെടി മൊത്തം വെള്ളാക്കില്ല. എന്താ ചെയ്യാ? അപ്പൊ അല്ലേ പച്ച പറയാ, നമ്മള് ഈ കാണുന്ന ഈ ഒരു ഓസ് വാങ്ങിട്ടാ. ഇത് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട. ഈ ഒരു ഓസ് വാങ്ങിയേ. ഈ ഒരു ഓസ് നമ്മള് 500 രൂപ കേട്ടോ വാങ്ങിയത്. 30 മീറ്റർ ഓസ് 500 രൂപ കേട്ടോ. അത് അത്രയും മോനെ നനയുണ്ട്. നമ്മൾ വലിയ ഓസ് നനച്ചില്ലേ, നമ്മളെ ചെടിയെല്ലാം പോയി പോന്ന്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നനക്കാൻ വേണ്ടി ചെയ്തു വാങ്ങി. അങ്ങനെ അത്ര നനച്ചാൽ മതി കേട്ടാ. അത്രയും നനക്കാവും. അപ്പൊ ധ്യാനുസ് നനയുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രശ്നം കേട്ടോ. ഈ ഒരു ഓസിന്റെ പ്രശ്നം ഇതാ കേട്ടാ. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസാ. അപ്പൊ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കോടിപ്പോവും. അപ്പൊ കോടുമ്പോ അതിന്റെ സ്പീഡ് കുറഞ്ഞു കേട്ടാ. അതാട്ടോ പ്രശ്നം. അപ്പോ ഇപ്പൊ നല്ല സ്പീഡ് വന്നാ അതേ വരൂ. അത് അതിനറിഞ്ഞൂടല്ലോ. അവനിപ്പോ ഇവിടെ കോടിപ്പോയിണ്ടാ. ഇവിടെയൊക്കെ കണ്ട, ഇതാണ് ഈ ഒരു ഓസിന്റെ പ്രശ്നം. ഇവിടെ കോടിപ്പോകുന്നുണ്ടാ. ഇത് നീർത്ത് കൊടുത്താല് സ്പീഡിൽ വരും. കണ്ടാ, ഇപ്പൊ സ്പീഡിലാന്നില്ലേ? അപ്പോ മതി അത്രയും നനക്കാ. കൂടുതൽ നനക്കല്ലേ, വെള്ളം കെട്ടുപോകും ചെടി. അപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ധ്യാനുസ് അവന്റെ കളിപ്പാട്ട് എടുത്തു പോയിട്ടുണ്ട്. എന്തൊക്കെ എടുത്തു ധ്യാനുസേ? എന്തല്ല എന്ത് കാറാണ്? ടവേരയാ? നോടിച്ചോ, വണ്ടി ഓടിച്ചോ. വണ്ടി ഓടിച്ചോ? ഇല്ല, ഞാൻ വണ്ടി വീഡിയോ എടുക്കുന്ന. ശരി, എടുത്തോ. അപ്പൊ ഗായ്സ്, നമ്മൾ നേരെ ഇവിടെ നമ്മളെ വീട് പണിയെടുക്കുന്ന സൈറ്റിലെത്തിയിട്ടുണ്ട്. ധ്യാനുസ് അവിടുന്ന് അവന്റെ ബുള്ളറ്റും കൊണ്ട് പലകേന്റെ മേലെ കൂടി ബുള്ളറ്റ് ഓടിച്ച് കളിക്കുന്നുണ്ട്.
അത് വീടെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല കേട്ടാ. അത് വീണിട്ട് ഞങ്ങളിപ്പോ നേരെ വണ്ടിയിലെടുത്ത് കൊണ്ടുകൊണ്ട് വരുന്നു. അവന്റെ കാറെ തന്നെ ഇട്ട് കൊണ്ടുകൊണ്ട് വരില്ലേ മനസ്സിലാ. അപ്പൊ എങ്ങനെയുണ്ട് വീട്? ഇഷ്ടായി? അല്ല നമ്മളെ ഒരു വീട് വെക്കുന്നതാണ് ഇതുപോലത്തെ ഒരു വീടാണ് എന്റെ മനസ്സിലുള്ള? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇതിപ്പോ വിജി ചേട്ടന്റെ രമേശിന്റെ ഇഷ്ടത്തിന് അവര് പ്ലാൻ ചെയ്ത് അവര് വെക്കുന്ന സ്വപ്ന വീട്. നമ്മുടെ സ്വപ്ന വീട് വരുമ്പോൾ അതിൻ്റെതായ ഓരോരോ മാറ്റങ്ങൾ. അപ്പൊ ഇതിപ്പോ വീടിന്റെ നമ്മള് വീട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണ്ട, ഒന്നും ആയിട്ടില്ലല്ലോ. വെറുതെ എന്താ പറയാ കട്ട കെട്ടി പൊക്കിയിട്ടുള്ളൂ കേട്ടോ. താഴെ 3 ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ്, അത്രേ ഉള്ളൂ. വർക്ക് ഏരിയ, പിന്നെ ഹാള്. സാധാരണ ഒരു വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല എന്നല്ല, കാണിക്കാൻ മാത്രം ആയിട്ടില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കാണിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല കേട്ടാ. എന്താ ചുമരി കെട്ടി ഒന്ന് കള്ളിക്കള്ളിയാക്കിയിരുന്നല്ലോ. അതന്നെ, ഒരു തരം തിരിച്ചേ ഉള്ളൂ. ഓരോ തറേനെ കൊണ്ട് കട്ട കെട്ടി മരങ്ങൾ കെട്ടുള്ളൂ. അപ്പൊ ഒന്ന് എന്താവണോ, ഒന്ന് മെയിൻ വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടായി എന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റില്ലേ. അങ്ങനെ കേട്ടോ അതിന്റെ അവസ്ഥ. ഇതിപ്പം ഇവിടെ മൊത്തം ഇതുണ്ടോ, ഈ കാണുന്ന പോലെ പലകയും ഷീറ്റും അതുപോലെ കുത്ത് കാര്യങ്ങളെല്ലാം കൊണ്ടാച്ച് നിറച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെയാ എങ്ങനെയൊക്കെയാന്ന് ഇപ്പൊ പറഞ്ഞാൽ തന്നെ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായി ഒന്നും വരില്ല അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ബേക്ക് ഭാഗത്തൊക്കെ വരുന്നതാണെങ്കിൽ ഫുള്ള് കുഴിയൊക്കെ കുഴിച്ച് പില്ലർ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒട്ടാകെ കല്ല് മുദ്ദ കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതില് കാണിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല എങ്ങനെയാണ് എന്തൊക്കെയാന്നുള്ളത്. ഞാനു ഇവിടെ ഇവന്റെ മെയിൻ പ്രശ്നം എന്ന് പറയാ, ഇവന് ഈ കുഴികളോട് ഭയങ്കര ഇഷ്ടാ. കുഴികള് അതുപോലെ വെള്ളം ഇവന്റെ മെയിൻ ഹോബിയാണ്. ഇവന് ഈ പുഴ അല്ലേ കാണിച്ചേ, പുഴ, കുഴി, അതുപോലെ കിണർ, ഇതെല്ലാം ഭയങ്കര ഇഷ്ടാട്ടോ ഇവന്. എങ്ങനെ എന്ത് ഇവിടെ വളരെ താഴ്ച കുറവാട്ടോ ഇവിടെ കിണറിന്. കാരണം ഇത് വയൽ പ്രദേശമാണ്. വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ കിണറിനൊക്കെ ഭയങ്കര താഴ്ച കുറവുണ്ട്. ചെറിയ താഴ്ചയേ ഉള്ളൂ. മേലെ തന്നെ വെള്ളം ഉണ്ടാവും. ഇവന് മെയിൻ ഹോബി ഇതാ കല്ലെടുത്തില്ല കിണറ്റില്. വാ കിണറ്റിൽ അങ്ങനെ കല്ലെടുത്താൻ പാടില്ല മോനെ. പുഴയിൽ കല്ലെടുത്തുന്ന പോലെ കിണറ്റിൽ കല്ലെടുത്താൻ പാടില്ല കേട്ടാ. അത് നമ്മൾ പുഴയിലിരുന്നല്ലേ. കുഴിയിൽ പോവും അങ്ങോട്ട് പോ. കുഴിയിൽ പോവും ഉണ്ടാ. ഇതൊക്കെ വലിയ താഴ്ചയുള്ള കുഴി വെച്ചിട്ടുണ്ട്. പില്ലറിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് കുഴി വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനൊന്നും ചെയ്യല്ലേ മോനെ. ചെല്ലി അങ്ങോട്ട് പോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മളെ പണിക്കാരൊക്കെ കാര്യമില്ല. സമയം ഏകദേശം 5:30 മണി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പണിക്കാർ മൊത്തം പണി കഴിഞ്ഞ് ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത് വീട്ടിൽ നിന്ന് മാറ്റുന്നു കേട്ടോ. അവിടുന്ന് വീട്ടിൽ നിന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. പൈസ മിത്തായ മേലൊക്കെ പൈസ ഞാൻ പണിയെടുത്തെങ്കിലും അതുകൊണ്ട് എനിക്ക് കൂലിയില്ല. അച്ഛൻ പോന്ന ധ്യാനം അച്ഛൻ പോന്നല്ലോ. അച്ഛനുണ്ട് കേട്ടോ ഇവിടെ പണിക്ക്. അപ്പൊ ധ്യാനം അച്ഛൻ പോന്ന ഞാൻ അച്ഛൻ്റെ വഴിക്ക് പോന്നാ. അതാ പോട്. സിമെന്റ് ചേർത്ത് കൊടുക്കും ഡാൻസ്. എങ്ങനെയാ സിമെന്റ് ചേർക്കുക? എങ്ങനെ കുമ്മായക്കത്തി എടുത്തിട്ട് സിമെന്റ് ചേർക്കുന്നാല്. അതുപോലെ ഈ ഒരു ബുള്ളറ്റ് കുറെ കാലമല്ലേ എൻ്റെ അടുത്ത്, കുറെ കാലമായിട്ട് ഈ ബുള്ളറ്റ്. ഇത് ചിലപ്പോ ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവും. പോന്നാട്ടാ പണിക്കാരൊക്കെ പോന്നാണ്. രണ്ടാവും മൊത്തം ഇങ്ങനെ പൈസ കൊടുത്ത് പൈസ എല്ലാം കൊടുത്ത്. അച്ഛൻ പോന്നാ എന്നാ അപ്പൊ ഗൈസ് നമ്മളും ഇനി നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നേട്ടാ. നമ്മള് വിചാരിച്ച എന്താ പറയാ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ഇവിടെ എത്തിയൊക്കെയാണ് സ്ഥിതിവിശേഷങ്ങളൊക്കെ ആകെ മാറിയിട്ടില്ല. കാരണം ഞാൻ എന്താ പറയാ ഓരോന്നോരോന്ന് കാണിച്ചു തന്നാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ദിത്യനോട് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം, കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ഒന്നും ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ, പിന്നെ ഇതിനെ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു സ്റ്റേജ് ആയിട്ട് കാണിക്കാന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ പിന്നെ ഓക്കെ നമ്മൾ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇത് ഞങ്ങളെ വീടല്ല കേട്ടോ, അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ വീടാട്ടോ. പിന്നെ അവര് ഗൾഫിലുള്ള പിന്നെ വീഡിയോയില് ഒരു പാല് കൊടുക്കന്റെ വീഡിയോ അച്ഛന്റെ അനിയന്റെ മോന്റെ ഭാര്യന്റെ അനിയന്റെ ഭാര്യ അനിയന്റെ മോളുടെ പാല് കൊടുക്കുകയാണ്. അതിന് പറയുന്ന എൻ്റെ അച്ഛന്റെ മോന്റെ ഭാര്യന്റെ മോളുടെ
അത് ഈ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ എവിടെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കേട്ടാ. അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നല്ലതല്ല മനസ്സിലാക്കും, അതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ ഒരു കണ്ട ചെറിയൊരു പോയിന്റ് മാറിപ്പോയ അത് മാത്രം നോട്ട് ചെയ്ത് വെക്കണം. അതാണ് ഈ പെണ്ണുങ്ങളെ സ്വഭാവം എന്നുണ്ടെങ്കിൽ, അതാണ് സംഭവം. അപ്പോൾ മച്ചാ പറയാം, നമ്മളെന്തായാലും എന്ത് ചെയ്യുന്ന നമ്മളെ വീഡിയോ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ജാനുസേ ഇവിടെ വാ 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 പതുക്കെ 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 വാ. അതെന്നാ അപ്പോൾ മച്ചാ പറയാം, നമ്മളെ അടുത്ത മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.